എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. നിഴലടിക്കുന്നുണ്ട്. അതെന്റെ കയ്യിലെ നിഴലാടി. ഇച്ചിരിയൊക്കെ ഒന്ന് ഇറക്കിയിട്ടൊന്ന് വൃത്തിക്കും മെനക്കൊക്കെ ഇരിക്കാമോ? മണ്ടത്തരം കാണിക്കാനുള്ള ബുദ്ധി പോലും അവനില്ല. പേടിക്കേ വേണ്ട. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത ഈ പില്ലോ ഇവിടെ അങ്ങ് നടുക്ക് വെക്കേ. എടി, ഒന്നാമത്തെ കാര്യം ഇത് അങ്ങനത്തെ സംഭവമാണ്. അതെങ്ങനെയാ? കർത്താവ് അടിയുള്ളവരെ കൊണ്ട് അറിയാൻ പറയില്ലല്ലോ. ഡാഡി, നിനക്ക് നിന്റെ ഈ സാധനം ഒന്ന് മറച്ചു വെച്ചൂടെ ഡാഡി? ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ആൾക്കാർ വിചാരിക്കും ഞാൻ തുണി കേട്ടിട്ടില്ലെന്ന്. ക്ഷമിക്കണം, എനിക്ക് ഈ കളി അത്ര വശമില്ലാത്തതുകൊണ്ടാ. ഇത് കേട്ടാത്തൊന്നും മറ്റു കളികളൊക്കെ വലിയ വശമാണ്. ഈ പണ്ടത്തെ റോമൻ എംപറേഴ്സിനെ കൂട്ട് നമുക്ക് അവിടെ ഒരു ഷീൽഡ് വേണം, ഒരു മെറ്റൽ ഷീൽഡ്. ആരോട് എന്ത് എപ്പോ എങ്ങനെ സംസാരിക്കണം അറിഞ്ഞൂടാ. ബോധമില്ലാത്ത സ്ത്രീ. അതെ അതെ, പാവം. എന്തോന്നു? അല്ല, ബോധമില്ലാത്ത സ്ത്രീയെ. അവിടെ കണ്ണു കെട്ടാണ്ടിരിക്കാന്നല്ല, എനിക്കെന്തോ പോലെ വന്ന കണ്ണൊക്കെ ഉണ്ടല്ലോ അതിൽ തെറിച്ചു പോക്കോ. അവിടെ ഒരു ഈവിലായി വരച്ചു വെച്ചാൽ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. ഈവിളായി ഒരു നിക്കർ മേടിക്കാം. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? നമുക്കവിടെ ഒരു മാല കെട്ടി തൂക്കിട്ടാലോ? പടച്ചോനാണ് ഒരു കാര്യം തീർച്ചയാ. നമ്മൾ വിചാരിച്ചോ നല്ല ഉള്ളി. നിങ്ങളെങ്ങനെ വിചാരിച്ചു? ഞാൻ വിചാരിച്ച നല്ലൊരു പെൺകുട്ടിയാണ്. എന്റെ ഉള്ളൊരു മാല. എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്റെ ഏതെങ്കിലും ഒരു ഈവിലായി മാല എടുത്ത് നീ എവിടെ തൂക്ക. അത് എന്നോടൊന്ന് പറഞ്ഞു നോക്കി. നിന്നോട് ഞാനൊരു കോപ്പം പറയില്ല. എന്നാ ഇത് പില്ലോ വശാക്കാം. അത് പുത്തി. ഞാൻ വിചാരിച്ച പോലല്ല, സ്വാമിക്ക് ബുദ്ധിയുണ്ട്.